ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ കത്തിക്കയറുമോ? കാരണം ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ലാലേട്ടൻ ഇന്ന് ഉറപ്പായിട്ടും നമ്മുടെ കണ്ടസ്റ്റൻസിനെ എല്ലാം വഴക്ക് പറയും. കാരണം കഴിഞ്ഞ വീക്കിൽ, അതായത് ഈ വീക്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നമ്മുടെ റോക്കിൻ ഉൾപ്പെടെ, അതുപോലെ തന്നെ ജാസ്മിൻ, ഗബ്രി, ഇവർക്കെല്ലാം തന്നെ നല്ല രീതിയിലുള്ള വാർണിംഗ് കൊടുത്തിട്ടും പിന്നെയും പിന്നെയും അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് എന്തായാലും ചോദിക്കാതിരിക്കത്തില്ല. പിന്നെ പ്രത്യേകിച്ച് നാളെ ഈസ്റ്റർ എപ്പിസോഡ് ആയതുകൊണ്ട് ഇന്നായിരിക്കും എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതും പറയുന്നതും ഉണ്ടാവുന്നത്. നാളെ ഈസ്റ്റർ സംബന്ധിച്ച എപ്പിസോഡ് മാത്രമായിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഇന്ന് എന്തായാലും ഒരു വൈൽഡ് കാർഡ് ഉറപ്പായിട്ടും നമ്മുടെ വീടിനകത്ത് കയറിയിരിക്കും. സിജോന്റെ കാര്യം ഉറപ്പായിട്ടില്ല, ഇന്ന് കയറുമോ കയറിയില്ല എന്നുള്ളത്. ഒരു വൈൽഡ് കാർഡ് എന്തായാലും ഉറപ്പാണ്. പക്ഷെ ആരാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇന്ന് വൈൽഡ് കാർഡ് ഒന്നാണോ രണ്ടാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇന്നൊരു വൈൽഡ് കാർഡ് എന്തായാലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് എന്തെങ്കിലും എവിക്ഷൻ ഇല്ല. ഓൾറെഡി നമ്മുടെ വോട്ടിംഗ് ഒക്കെ ക്ലോസ് ചെയ്തായിരുന്നല്ലോ, അതുകൊണ്ട് എവിക്ഷൻ ഉണ്ടായിരിക്കത്തില്ല. പിന്നെ മെയിൻ ആയിട്ടും ഇന്ന് ലാലേട്ടൻ ചോദിക്കാൻ പോകുന്ന ടോപ്പിക് ഒന്ന് റോക്കി, സിജോ, അതിനെ സംബന്ധിച്ചായ കാര്യങ്ങൾ എന്തായാലും പറയും. അവിടെ രണ്ടുപേരും ഇല്ലെങ്കിൽ പോലും അതിനെക്കുറിച്ച് എന്തായാലും സംസാരിക്കും. കാരണം റോക്കിക്ക് ഓൾറെഡി ഒത്തിരി വാർണിംഗ് കൊടുത്തതാണ്. ബിഗ് ബോസും കൊടുത്തു, ലാലേട്ടനൊക്കെ കൊടുത്തതും. എന്നിട്ടും അത് സംഭവിച്ചു. അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നു. അപ്പൊ അതിനെക്കുറിച്ച് എന്തായാലും ലാലേട്ടൻ ചോദിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗബ്രി, ജാസ്മിൻ. ഓൾറെഡി ലാസ്റ്റ് എപ്പിസോഡിൽ വഴക്കല്ല, അല്ലാത്ത രീതിയിൽ തന്നെ ലാലേട്ടൻ അവർക്ക് വാർണിംഗ് കൊടുത്തതാണ് ഈ ഒരു കോംബോനെ കുറിച്ച്. എന്നിട്ടും അതിന് ശേഷം മൈക്ക് ഊരി വെച്ചും അല്ലാതെ ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ടും ഒക്കെയുള്ള അവരുടെ കുറെ സംസാരങ്ങളും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഓൾറെഡി നമ്മുടെ ബിഗ് ബോസ് വാർണിംഗ് കൊടുത്തു. അതെന്തായാലും നമ്മുടെ ലാലേട്ടൻ ചോദിക്കാതിരിക്കത്തില്ല. അതെന്തായാലും വഴക്കും പറയാതിരിക്കത്തില്ല. ഇനി ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുക്കും എന്നും ലാലേട്ടൻ എന്തായാലും പറയും, ഉറപ്പാണ്. പിന്നെ അവിടെ പ്രത്യേകിച്ച് മെയിൻ ആയിട്ട് സംഭവങ്ങളൊന്നും നടന്നില്ല. പിന്നെ നമ്മുടെ ജിൻഡോന്റെ പവർ റൂം, അതിനെ കുറിച്ച് എന്തായാലും സംസാരിക്കാതിരിക്കത്തില്ല. പിന്നെ ഇനി വീണ്ടും അവരാണല്ലോ പവർ റൂമിലോട്ട്. ഇനി പവർ റൂമിലോട്ടാകുമോ അറിയത്തില്ല ഒരു വൈൽഡ് കാർഡ് വരുന്നത്. മേ ബി ഒരു പവർ റൂമിലോട്ട് ആയിരിക്കാം ചിലപ്പോൾ വൈൽഡ് കാർഡ് വരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഒരു ഇത് കേൾക്കുന്നത്. അറിയില്ല. എന്തായാലും നമുക്ക് ഇന്ന് കാണാം എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും ഒരു ലാലേട്ടനെ ഫയർ ആയിട്ട് കാണാൻ ഇന്ന് എന്തായാലും സാധിക്കും. കാരണം അതുപോലത്തെ കാര്യങ്ങളാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് അവിടെ ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ഇന്ന് പിന്നെ മെയിൻ ആയിട്ട് വേറൊന്നും പറയാനില്ല. കാര്യങ്ങളൊന്നും പറയാനില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ ഈ ആഴ്ച നടന്നത്. ബാക്കിയെല്ലാം ഒരു ആസ് യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. മെയിൻ ആയിട്ട് നമ്മുടെ ജാസ്മിൻ ഗബ്രി കാര്യം എന്തായാലും ചോദിക്കും, പറയുന്ന ഉറപ്പാണ്. കാരണം എല്ലാ പ്രേക്ഷകരും നമ്മുടെ ലൈവിലെ കമന്റ്സിലാണെങ്കിൽ പോലും നമ്മുടെ ഒരു പ്രോമോ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ബോസിന്റേതായ രീതിയിൽ ഏഷ്യാനെറ്റ് എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും പ്രേക്ഷകർക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ, ഈ ജാസ്മിൻ ഗബ്രി അവരുടെ ഈ കോംബോ കൊണ്ട് ഉള്ള വെറുപ്പേര് കുറച്ച് നിർത്തണം എന്നുള്ളത്. അത് നമ്മുടെ ലാലേട്ടൻ വന്ന് പറഞ്ഞാലേ സാധിക്കും. കാരണം ഓൾറെഡി ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടും ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടും ഇങ്ങനെയാണ് ചെയ്തത്. അപ്പൊ ഇനി ലാലേട്ടൻ വന്ന് നല്ല കർശനമായിട്ട് തന്നെ അവരുടെ അടുത്ത് പറയണം, ഈ വക ഈ രീതിയിലുള്ള ഒരു കാര്യങ്ങളും നടത്താൻ പറ്റത്തില്ല എന്നുള്ളത് ലാലേട്ടൻ കർശനമായിട്ട് എന്തായാലും പറയും. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. പ്രോമോ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 3 മണി 4 മണി ആ സമയത്തായിരിക്കും പ്രോമോ വരുന്നത്. നമുക്ക് കാത്തിരിക്കാം പ്രോമോയ്ക്ക് വേണ്ടി. പിന്നെ പുതിയ എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടുകയാണെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ വൈൽഡ് കാർഡിനെ കുറിച്ച് അറിയാൻ സാധിക്കുകയാണെങ്കിൽ എന്തായാലും അതിനെക്കുറിച്ചും പറയാം. സിജോന്റെ കാര്യം ഉറപ്പില്ല. സിജോന്റെ കാര്യം അറിയാൻ സാധിക്കുകയാണെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരാം. അതുപോലെ തന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.